സൗരയൂഥത്തിലെ ഏറ്റവും ചെറുതും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതുമായ ഒരു ഗ്രഹമാണ് ബുധൻ. 87.969 ദിവസങ്ങൾ കൊണ്ടാണ് ബുധൻ സൂര്യനു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ദീർഘവൃത്താകാരമായ പരിക്രമണ പഥം ബുധന്റേതാണ്. അച്ചുതണ്ടിന്റെ ചെരിവ് ഏറ്റവും കുറവും ഇതിനാണ്. സൂര്യനു ചുറ്റും ഏതാണ്ട് 2 പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയം കൊണ്ട് ബുധൻ അതിന്റെ അച്ചുതണ്ടിൽ 3 തവണ ഭ്രമണം ചെയ്യുന്നു. പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മാത്രമേ ബുധനെ നേരിട്ട് നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത അവസരങ്ങളിൽ സൂര്യപ്രഭയിൽ മുങ്ങിപ്പോകുന്നതിനാൽ നേരിട്ടുള്ള നിരീക്ഷണം അസാധ്യമാണ്. സൂര്യഗ്രഹണത്തിന്റെ അവസരങ്ങളിൽ സൗരപ്രഭ കുറയുന്നതിനാൽ ബുധനെ നിരീക്ഷിക്കുക സാധ്യമാണ്. സ്വന്തമായി ഉപഗ്രഹങ്ങളോ അന്തരീക്ഷമോ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ആദ്യമായി ബുധനെ നിരീക്ഷിച്ച ബഹിരാകാശ പേടകം മാരിനർ 10 ആണ്. 1974 മുതൽ 1976 വരെയുള്ള കാലയളവിൽ മാരിനർ 10 ബുധനെ സമീപിച്ച് പഠനങ്ങൾ നടത്തുകയും ഈ ഗ്രഹത്തിന്റെ 45% ഭാഗങ്ങൾ മാത്രം പകർത്തുകയും ചെയ്തു. രണ്ടാമതായി ബുധനെ നിരീക്ഷിച്ചത് മെസ്സഞ്ചർ ബഹിരാകാശ പേടകമാണ്. 2008 ജനുവരി 14 നടത്തിയ നിരീക്ഷണത്തിൽ ബാക്കിയുള്ളതിൽ ഏതാണ്ട് 30% ഭാഗങ്ങൾ കൂടി പകർത്തുവാൻ സാധിച്ചു. 2009 സെപ്റ്റംബറിലാണ് മെസ്സഞ്ചർ അവസാനമായി ബുധനെ നിരീക്ഷിച്ചത്. ബുധന്റെ ഉപരിതലം ഉൽക്കാപതനം മൂലമുള്ള നിരവധി ഗർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ഭൗതികമായി ചന്ദ്രനോടാണ് ബുധന് കൂടുതൽ സാദൃശ്യം. നിരപ്പായ സമതലങ്ങളും ബുധനിൽ കാണപ്പെടുന്നു. ചന്ദ്രനിൽ നിന്നും വ്യത്യസ്തമായി ബുധന് വലിയ ഇരുമ്പിന്റെ കാമ്പുണ്ട്. ഇത് ആ ഗ്രഹത്തിന് ഭൂമിയുടെ 1% വരുന്ന ഒരു കാന്തിക ക്ഷേത്രം സമ്മാനിക്കുന്നു. താരതമ്യേന വലിപ്പമുള്ള കാമ്പുള്ളതിനാൽ തന്നെ സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും താപനില കൂടിയ ഭാഗം സൂര്യന് അഭിമുഖമായ ഭാഗവും താപനില കുറഞ്ഞത് ധ്രുവങ്ങൾക്കടുത്തുള്ള ഗർത്തങ്ങളുടെ അടിത്തട്ടുമാണ്. ഭാരതീയർ ഈ ഗ്രഹത്തിന് ചന്ദ്രന്റെ പുത്രനായ ബുധന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. റോമാക്കാർ വാണിജ്യ വാഗ്ദേവനായ മെർക്കുറിയുടെ പേരും. ഇത് തന്നെയാണ് ഇംഗ്ലീഷുകാരും പിന്തുടരുന്നത്.